السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. വഖഫിൻ്റെ പാഠം തുടരുകയാണ്. കുറച്ച് ദീർഘമായ പാഠമാണ്. വഖഫ് ഒരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് കേരളത്തിലൊക്കെ വളരെ വ്യാപകമായി പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്ന വിഷയമാണ്. ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പലയിടത്തും വഖഫും മറ്റുമൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നുണ്ടെങ്കിൽ പോലും സയ്യിദ് മഖ്ദൂമിൻ്റെ കാലത്തും നമ്മുടെ അടുത്ത കാലം വരെ വഖഫ് വളരെ വ്യാപകമായിരുന്നു. അപ്പോൾ അതിൻ്റെ മസലകളൊക്കെ അറിയണമല്ലോ. ഇവിടെ പറയാൻ പോകുന്ന കുറച്ച് മസല ഞാനങ്ങ് മൊത്തത്തിലങ്ങ് പറയാം. വഖഫിൻ്റെ കിതാബ് വഖഫ് ചെയ്താൽ അത് വായ്പ വാങ്ങി കൊണ്ടുപോകുന്ന ആളുകളില്ലേ, കിതാബ് വഖഫ് ചെയ്യും. അപ്പോൾ അത് നോക്കാൻ വേണ്ടി വായ്പ വാങ്ങിക്കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവും. അവരോട് എന്തെങ്കിലും ജാമ്യത്തിന് സെക്യൂരിറ്റിക്ക് പൈസ പണയം വെക്കാൻ വേണ്ടി ആവശ്യപ്പെടാവുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, വിശദീകരണമൊന്നും ഞാൻ പറയുന്നില്ലേ, നിങ്ങൾക്കൊക്കെ ഒരു മടുപ്പുണ്ടാവും. ഇതിങ്ങനെ നീണ്ടു പോയിട്ട് മടുക്കൊന്നും വേണ്ട. ഇൽമല്ലേ, ഇപ്പം വേണ്ടാത്ത പിന്നെ വേണ്ടി വരും. അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിൽ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം എന്തിനാണ് ഉപയോഗിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജ്റത്തു ഷരീഫ് അല്ലെ, റൗള ഷരീഫിൻ്റെ നന്മക്ക് വേണ്ടി ഉപയോഗിക്കുക. അതാണ് വേണ്ടത്. ഒരു നാട്ടുകാർക്ക് വേണ്ടി വഖഫ് ചെയ്താൽ അവിടെയുള്ള താമസക്കാർക്കാണ് കൊടുക്കേണ്ടത്, വിദേശിക്ക് കൊടുക്കാൻ പറ്റില്ല. നാലാമത്തെ കാര്യം, ഒരു ജുസ് ഓതാൻ വേണ്ടി നിബന്ധന വെച്ചുകൊണ്ട് വഖഫ് ചെയ്താൽ ഒരു ജുസ് ഓതണം, അത് വഴിക്ക് വഴി തന്നെ ആവണം എന്നൊന്നും ഇല്ല. അഞ്ചാമത്തെ കാര്യം, ഒരു പറമ്പ് വഖഫ് ചെയ്തു റമദാനിൽ സദഖ ചെയ്യാൻ വേണ്ടി, വരുമാനം കൊണ്ട് റമദാനിൽ സദഖ ചെയ്യാൻ വേണ്ടി ഒരു പറമ്പ് വഖഫ് ചെയ്തു. അങ്ങനെ റമദാനിൽ അത് കൊടുക്കണം. പക്ഷെ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് ശേഷം പിന്നെ അടുത്ത റമദാൻ വരെ കാത്തിക്കേണ്ടതില്ല, അതിന് ശേഷം കൊടുക്കുകയാണ് വേണ്ടത്. നോമ്പ് മുറിക്കാനെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അടുത്ത റമദാൻ വരെ കാത്തിരിക്കേണ്ടി വരും കേട്ടോ. അതേമാതിരി എൻ്റെ വാപ്പാൻ്റെ ഖബറും പുറത്ത് ഓതുന്ന ആൾക്കാർക്കും വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും എൻ്റെ വാപ്പാൻ്റെ ഖബറും പുറത്ത് ഓതുന്ന ആൾക്കാർക്കും വേണ്ടി എന്ന് കരുതിയിട്ടൊരു ഭൂമി ഒരാൾ വഖഫ് ചെയ്താൽ അവിടെ എന്താണെന്ന് വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ച നാട് പറഞ്ഞാൽ ശരിയാവുന്നില്ല. എത്ര കൊല്ലം, അല്ലെങ്കിൽ ഒരു കൊല്ലത്തിന് എത്ര വരുമാനം, എത്ര റുപ്യ എന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അല്ലാതെ എൻ്റെ വാപ്പാൻ്റെ ഖബറും പുറത്ത് എല്ലാ വെള്ളിയാഴ്ചയും വാപ്പാൻ്റെ ഖബറും പുറത്ത് ഓതുന്നവർക്ക് എന്നൊന്നും വഖഫ് ചെയ്യാൻ പറ്റില്ല. അവിടെ എന്ത് ചെയ്യണം? ഒരു കൊല്ലം എന്നോ അല്ലെങ്കിൽ 5 കൊല്ലെന്നോ, അതുപോലെ തന്നെ ഒരു വർഷത്തിന് ഞങ്ങളല്ലെങ്കിൽ ഒരു വർഷത്തിന് ഇത്ര വീതം എന്നോ ഒക്കെ പറഞ്ഞിട്ട് ഒരു നിർണ്ണയിക്കൽ ആവശ്യമാണ്. അങ്ങനെ അല്ലെങ്കിൽ ശരിയാവില്ല. വസിയത്തിലും അങ്ങനെ ഉണ്ട്. വസിയത്ത് നമ്മൾ എത്തിയിട്ടില്ലല്ലോ. വസിയത്തിൽ അങ്ങനെ ഉണ്ട്. എല്ലാ മാസവും സെയ്ദിന് 100 റുപ്യ വീതം എൻ്റെ മരണശേഷം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. എത്ര കാലം നിർണ്ണയിക്കണ്ടേ? അപ്പോൾ 1 ദീനാർ കൊടുക്കാം, ബാക്കിയുള്ളതൊന്നും പറ്റില്ല. മരണത്തോട് ബന്ധപ്പെടുത്തുമ്പോഴുള്ള വിഷയമാണ്. മരണത്തോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയമാണ്. മരിച്ചതിന് ശേഷം, ഞാൻ മരിച്ചതിന് ശേഷം എന്നൊക്കെ പറയുമ്പോഴുള്ള വിഷയമാണ്. അതല്ല മരിച്ചതിന് ശേഷം ബന്ധപ്പെടുത്താതെ, മരണത്തോടൊന്നും ബന്ധപ്പെടുത്താതെയാണ് പറഞ്ഞതെങ്കിൽ
എത്ര കാലം ഓതുന്ന അതിനനുസരിച്ച് പൈസ കിട്ടും. മറ്റൊരു മസലം കൂടെ പറയുന്നുണ്ട്. ഇന്ന ജോലി ചെയ്യാൻ വേണ്ടി, ഖുർആൻ ഓതാൻ വേണ്ടി ഞാൻ സെയ്ദിൻ്റെ മേൽ ഈ ഭൂമി വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ വരുമാനം അയാൾക്ക് എടുക്കണമെങ്കിൽ അയാൾ രണ്ട് അഭിപ്രായമുണ്ട് അവിടെ. ഒരഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അയാൾ ഓതിയാൽ മാത്രമേ കിട്ടുള്ളൂ എന്നാണ്. ഖുർആൻ ഓതാൻ വേണ്ടി ഞാൻ സെയ്ദിൻ്റെ മേൽ ഈ ഭൂമി വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതിയാൽ മാത്രമേ അയാൾക്ക് കിട്ടുള്ളൂ എന്നാണ് ഒരഭിപ്രായം. അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒന്നിക്കെ സാധ്യത അതാണ്. അതല്ലെങ്കിൽ ഓതണം എന്ന ഒരു താല്പര്യം പ്രകടിപ്പിക്കലായിരിക്കും. അപ്പോൾ ഓതിയാൽ ഓതിയില്ലെങ്കിൽ അയാൾക്ക് കിട്ടും. നമ്മളങ്ങനെ പറയല്ലേ ചില ആൾക്കാരോട്, അങ്ങനെ പറയല്ലോ. ഖുർആൻ ഓതാൻ വേണ്ടി ഞാൻ വഖഫ് ചെയ്തു എന്ന് പറയുന്ന ആൾ ഒന്നിരിക്കൽ ഖുർആൻ ഓതിയാൽ മാത്രമേ നിനക്കിത് തരുള്ളൂ എന്നർത്ഥം ഉദ്ദേശിക്കാൻ മതി. അല്ലെങ്കിൽ ഞാൻ നിനക്ക് നേരെ വഖഫ് ചെയ്തു, നീ ഇങ്ങനെ ഖുർആൻ ഓതിയാൽ നല്ലതാണ്, ഒരു വസിയത്ത് മാതിരി പറഞ്ഞതുമാകാൻ പറ്റും. അപ്പോൾ ഏതർത്ഥത്തിലാണോ പറഞ്ഞ അനുസരിച്ച് ചെയ്യാം. ഉദ്ദേശമൊന്നും മനസ്സിലായില്ലെങ്കിൽ അയാൾക്ക് ആ വരുമാനം എടുക്കുക. ഖുർആൻ ഓതിയാൽ നല്ലത്. നമ്മളെ ഒരു പ്രതിഫലത്തിനൊന്നും ഇല്ലാത്തൊരു സംഗതി പറയുമ്പോഴാണ് ഈ പറയുന്നത് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞു വിട്ടുപോയതാ. ഖുർആൻ ഓതാൻ വേണ്ടി ഇന്ന പണി ചെയ്യാൻ വേണ്ടി ഞാൻ സെയ്ദിൻ്റെ മേൽ ഈ ഭൂമി വഖഫ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ പണി എന്താണെന്ന് നോക്കണം. ഒരു പ്രതിഫലത്തിനൊന്നും പോരാത്ത പണിയാണെങ്കിൽ പിന്നെ എങ്ങനെയായാലും അയാൾക്കത് കിട്ടും. ഒരു പ്രതിഫലമൊക്കെ ഉള്ള പണിയാണെങ്കിൽ അയാൾ ആ പണി എടുത്താൽ മാത്രമേ അയാൾക്ക് അവകാശം ഉണ്ടാവുള്ളൂ. വിരുന്നുകാർക്ക് വേണ്ടി വസിയത്ത് ചെയ്താൽ അല്ലെങ്കിൽ വഖഫ് ചെയ്താൽ സാധാരണ വിരുന്നുകാർ കൊടുക്കുന്ന ഭക്ഷണം അയാൾക്ക് അർഹത ഉണ്ടാകും. 3 ദിവസത്തിലധികം ആർക്കും കഴിക്കാൻ പറ്റില്ല. വിരുന്നുകാർക്ക് വഖഫ് ചെയ്താൽ അത് വെച്ചെണ്ണ കൊടുക്കണം. ധാന്യം അരിയൊന്നും കൊടുത്താൽ മതിയാവില്ല. അയാൾ പഞ്ഞ് പാവപ്പെട്ട ആളാകണമെന്നും ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിത് പറയാനുള്ളത്. ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. നിങ്ങൾക്കൊക്കെ ഈ വഖഫ് തുടങ്ങി പ്രയാസം വരുന്നുണ്ട് എന്ന് തോന്നുന്നു. വൈസ് ജൂസു ഖാലൽ ഖഫാലു വത്തബിഊഹു, ഇമാം ഖഫാൽ പറഞ്ഞു അദ്ദേഹത്തോട് പണ്ഡിതന്മാർ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വേജൂസു ഷർത്തു റഹിനിൻ, പണയം വെക്കണമെന്ന് ഷർത്ത് വെക്കാം. ആരോട് ഷർത്ത് വെക്കാം? മിൻ മുസ്തഈരി കിതാബി വഖഫിൻ, വഖഫിൻ്റെ കിതാബ് വായ്പ വാങ്ങുന്നയാളോട്. യഹ്ദുഹുൻ നാദിറു, ആ പണയം നാദിറു വഖഫിൻ്റെ മേൽനോട്ടക്കാരൻ വാങ്ങും. മിൻഹു, അയാളിൽ നിന്ന്. എന്തിനാണത്? ഈ പൈസ അവിടെ സെക്യൂരിറ്റി വെച്ചാൽ ലിയഹ്മിലഹു അലാ റദ്ദിഹി, ആ കിതാബ് തിരിച്ചു നൽകാൻ അയാളെ പ്രേരിപ്പിക്കുന്നതിന്. അങ്ങനെ പണയം ആവശ്യപ്പെടാം. ലിയഹ്മിലഹു അലാ റദ്ദി, തിരിച്ചു നൽകാൻ പ്രേരിപ്പിക്കുന്നതിന് അങ്ങനെ പണയം ഷർത്ത് വെക്കാം. അല്ലെങ്കിൽ പണയം അല്ലെങ്കിൽ മുൽഹിഖ ബിഹി ഷർത്ത് ലാമിനെ, ഒരു ജാമ്യക്കാരനെയും ഷർത്ത് വെക്കാം. പൈസ ആവണ്ട, ഒരു വ്യക്തിനെ ജാമ്യത്തിൽ നിർത്തിയിട്ടും, വ്യക്തി ജാമ്യവും ആൾ ജാമ്യവും പൈസ ജാമ്യവും ഒക്കെ ഉണ്ടല്ലോ. അഫ്താ ബഅദുഹും ഫിൽ വഖഫി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിൻ നദിരി ലഹു, അള്ളാഹിൻ്റെ റസൂലിൻ്റെ മേൽ വഖഫ് ചെയ്യുന്നിടത്തും റസൂലുള്ളാഹിക്ക് വേണ്ടി നേർച്ചയാക്കുന്നിടത്തും ചിലർ ഫത്വ നൽകിയിരിക്കുന്നു. യൻഹു യുസ്റഫു ലി മസാലിഹി ഹുജ്റത്തിഹി ഷരീഫത്തി ഫഖത്ത്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹുജ്റ ഷരീഫിൻ്റെ മസാലിഹിന് മാത്രമേ അതിനെ വിനിയോഗിക്കപ്പെടാവൂ എന്ന് ഫത്വ നൽകിയിട്ടുണ്ട്. ഇനി ഔ അല അഹ്ലി ബലദിൻ, ഇനി ഒരു നാട്ടുകാരുടെ മേൽ വഖഫ് ചെയ്താൽ മുഅ്തിയ മുഖീമുൻ ബിഹ, അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത് നൽകപ്പെടൂ. അല്ലെങ്കിൽ ഔ ഗായിബും അൻഹാരി ഹാജത്തിൻ, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയവർക്കും കൊടുക്കാം. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഗായിബായി പുറത്തു പോയവർക്കും കൊടുക്കാം. പക്ഷേ ആ പുറത്തു പോകുന്നത് എന്തായിരിക്കണം? ലാ തൻഖതിഉ നിസ്ബത്തുഹു ഇലൈഹ, ആ നാട്ടിലേക്കുള്ള അയാളുടെ ബന്ധം മുറിയാത്ത വിധത്തിൽ. 10-25 കൊല്ലമൊക്കെ ആയിട്ടാണ് പുറത്തു പോയ ആളുകൾ ഈ നാടുമായിട്ടുള്ള ബന്ധം വിട്ടില്ലേ? അങ്ങനല്ല, നാട്ടിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന വിധം പുറത്തു പോകുന്ന ആൾക്കും കൊടുക്കാം.
എങ്ങനത്തെ ബന്ധം? ഗൈബത്ത് ലാ തഖ്തഉ നിസ്ബത്തുഹു, ആ ഗൈബത്ത് മുറിക്കൂല. നിസ്ബത്തുഹു അയാളുടെ ബന്ധത്തെ ഇലിഹ നാട്ടിലേക്കുള്ള ഉർഫൻ സാധാരണയിൽ. ഫുറൂഅൻ കുറേ ഉപവിഷയങ്ങളാണ്. ഇമാം താജുൽ ഫസാരി പറഞ്ഞു, ബുർഹാനുൽ മറാഗി എന്നിവരും മറ്റും പറഞ്ഞു, മൻ ശറത ഖിറാഅത ജുസ്ഇൻ മിനൽ ഖുർആനി കുല്ല യൗമിൻ, എല്ലാ ദിവസവും ഒരു ജുസ് ഖുർആൻ ഓതണമെന്ന് വഖഫിൽ ഒരാൾ ഷർത്ത് വെച്ചാൽ കഫാഹു ഖദ്റു ജുസ്ഇൻ, ഒരു ജുസ്ഇൻ്റെ അളവ് മതിയാകും. ഒരു 20 പേജല്ലേ ഇപ്പോൾ ഉള്ളത്, അത്ര മതി. വലൗ മുഫറഖൻ, അത് പല സ്ഥലങ്ങളിൽ നിന്ന് ആണെങ്കിലും, വനദറൻ നോക്കിയാണെങ്കിലും മതി. നോക്കിയായിട്ട് ഓതിയാലും മതി, കാണാതെ ഓതിയാലും മതി. വഫിൽ മുഫറഖി നദർ, പലയിടത്തുനിന്നും മതി എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നർത്ഥം. ഒരു സ്ഥലത്ത് നിന്ന് ഓതണം എന്നുള്ളതാണ് പ്രബലം. പക്ഷേ താജുൽ ഫസാരി പറയുന്ന പലയിടത്തുനിന്ന് ഓതിയാൽ മതി എന്നാ. ബഹുമാനപ്പെട്ടവർ പറയാണ്, സയ്യിദി മഖ്ദൂം പറയാണ്, പലയിടത്തുനിന്ന് മുഫറഖ് വിട്ടുപിരിക്കപ്പെട്ട പല സ്ഥലത്തുനിന്ന് ഓതിയാളുടെ അടുത്ത് ഒന്ന് സംശയിക്കപ്പെടേണ്ടതുണ്ട്. ഇനി ഒരാൾ വഖഫ് ചെയ്തപ്പോൾ എന്താ പറഞ്ഞു അറിയോ? ഓരോ കാല ലി യുതസദ്ദഖ ബി ഗുല്ലത്തിഹി, അതിൻ്റെ വല്ലത്ത് അതിൻ്റെ വരുമാനം സദഖ ചെയ്യാൻ, റമദാനിൽ സദഖ ചെയ്യാൻ അല്ലെങ്കിൽ ആശുറാൽ സദഖ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ സാധനം വഖഫ് ചെയ്താലോ, അങ്ങനെ ഫാത്ത അത് നഷ്ടപ്പെട്ടാൽ തസദ്ദഖ ബഅദഹു, റമദാനിനും ആശുറാവിന് ശേഷം സദഖ ചെയ്യണം. വലാ യൻതദിർ മിസ്ല, അതുപോലെയുള്ള അല്ലെങ്കിൽ നോമ്പോ അടുത്ത ആശുറാവോ കാത്തിരിക്കേണ്ടതില്ല. ഞാൻ പക്ഷേ ഇൻകാല, അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിത്രല്ലി സുവാമി, റമദാനിൽ നോമ്പുകാർക്ക് നോമ്പ് തുറക്കാൻ എന്ന് പറഞ്ഞാണ് വഖഫ് ചെയ്തതെങ്കിൽ, റമദാനിൽ അത് നടന്നിട്ടില്ലെങ്കിൽ ഇൻതളറഹു, അതുപോലെയുള്ള മറ്റൊരു റമദാന് വേണ്ടി കാത്തിരിക്കണം. വാഫ്ത ഗൈർ വാഹിദിൻ, ഒന്നിലധികം പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്. ബിഅന്നഹു ലൗ ഖാല, ഒരാൾ വഖഫ് ചെയ്തപ്പം പറഞ്ഞു, അലാമൻ യഖ്റഉ അലാ ഖബരി അബി കുല്ല ജുമുഅത്തിൻ യാസീൻ, എല്ലാ വെള്ളിയാഴ്ചയും എൻ്റെ വാപ്പാൻ്റെ ഖബറിൻപുറത്ത് യാസീൻ ഓതുന്നവർക്ക് ഇതിൻ്റെ വരുമാനം നൽകണം എന്ന് ഷർത്ത് വെച്ചുകൊണ്ട് ഒരാൾ വഖഫ് ചെയ്താൽ, അവിടെ ഫത്വ നൽകി എന്ത്? അവിടെ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ബിഅന്നഹു ഹദ്ദൽ ഖിറാഅത ബി മുദ്ദത്തി മുഅയ്യന, ആ ഖുർആൻ പാരായണത്തെ ഒരു നിശ്ചിത സമയം കൊണ്ട് കണക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ 1 കൊല്ലം 2 കൊല്ലം എന്നോ, ഔ അയ്യന കുല്ലി സനത്തിന് കൊല്ലത്തൻ, അല്ലെങ്കിൽ ഓരോ കൊല്ലത്തിനും വരുമാനം നിർണ്ണയിച്ചിട്ടുണ്ട്. ഓരോ കൊല്ലത്തിനും 10,000 വീതം അല്ലെങ്കിൽ 20,000 വീതം എന്നൊക്കെ നിർണ്ണയിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തുബിയ, ആ നിർണയത്തെ പിൻപറ്റണം, അംഗീകരിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. വയില്ല അങ്ങനെയാണെങ്കിൽ ബത്തല, ആ വഖഫും ബാത്തിലാണ്. അതേതുപോലെ എന്ന് വെച്ചാൽ നദീറമാ ഖാലു, അവർ പറഞ്ഞ ഒരു ഉദാഹരണം പോലെ, ഒരു വിഷയം പോലെ തന്നെയാണ്. അവരെന്ത് പറഞ്ഞു? വസിയ്യത്തിൻ്റെ അവിടെ പറഞ്ഞു വസിയ്യത്ത് ബാത്തിലാണ്. ഏത് വസിയ്യത്ത്? ലി സൈദിൻ കുല്ല ഷഹ്രിൻ ബി ദീനാരിൻ, സൈദിന് എല്ലാ മാസവും ഓരോ ദിനാറ് വീതം ഞാൻ മരിച്ചാൽ നൽകേണ്ടതാണ് എന്ന് പറഞ്ഞെടുത്ത് അവരങ്ങനത്തെ വസിയ്യത്ത് ബാത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതിലൊഴികെ? ഇല്ലാ ഫി, ഒറ്റ ദീനാർ ഒഴികെ. മരിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസവും എന്നുള്ള ആദ്യത്തെ ഒറ്റ മാസം മാത്രമേ ഒരു ദീനാറ് കൊടുക്കേണ്ടേ ഉള്ളൂ, ബാക്കിയുള്ളത് ബാത്തിലാണ് എന്നവർ വസിയ്യത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെയാണ് ഇവിടെയും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? നിർണ്ണയിക്കണം. ഒരു 10 മാസം എന്ന് നിർണ്ണയിക്കണം. അല്ലാതെ ഓരോ മാസം ഓരോ ദീനാറ് വീതം എന്ന് പറഞ്ഞാൽ അനന്തമായിട്ട് പോകില്ലേ. അങ്ങനെ പറഞ്ഞാൽ ഒരൊറ്റ മാസത്തിലുള്ള പൈസ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. ഇൻതഹ. അപ്പോൾ വഫിൽ മുഫറഖി നദറുൻ എന്ന് പറയുന്നത് പലയിടത്തുനിന്ന് ഓതിയാൽ മതി എന്നുള്ള അഭിപ്രായത്തിൽ നദറുണ്ട് എന്ന് പറയുന്നത് സയ്യിദി മഖ്ദൂമിൻ്റെ വാക്കല്ല, ഇമാം ഫസാരി തങ്ങളുടെ വാക്ക് തന്നെയാണ്. ഏതായാലും ഈ വഖഫും വസിയ്യത്തും ഒരേ മാതിരിയാണെന്നല്ലേ പറഞ്ഞത്. അത് എവിടെയെന്നറിയാം നിങ്ങൾ? മരണത്തോട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ മാത്രമാണ്. അപ്പോഴല്ലേ വസിയ്യത്ത് പറഞ്ഞാൽ എന്താ? മരണശേഷം സദഖ ചെയ്യാൻ വേണ്ടി പറഞ്ഞു വെക്കുന്നതിനുള്ള വസിയ്യത്ത്. അതേപോലെയുള്ള വഖഫാകുമ്പോഴാണ് ഈ പറയുന്നത്, ഞാൻ മരിച്ചാൽ എൻ്റെ വാപ്പാൻ്റെ ഖബറിൻ്റെ മേലിൽ ഇതിൻ്റെ വരുമാനം
കൊടുക്കണം എന്ന് പറയുന്നിടത്താണ് വിഷയം. അന്നഹു ഹിനൈദിൻ വസിയത്തിന്, കാരണം അത് വഖഫാണ് പേരിലെങ്കിലും അത് യഥാർത്ഥത്തിൽ എന്താണ്? വസിയത്താണ്. വൈന്നമാ യത്തജിയു ഇൽഹാഖുൽ വഖഫി, വഖഫിനെ ചേർക്കൽ ന്യായമായി വരൂ ബിൽ വസിയത്തി, വസിയത്തിനോട് ചേർക്കൽ ന്യായമായി വരിക എപ്പോൾ മാത്രമാണ്? ഇന്നല്ലഖ ബിൽ മൗത്തി, വഖഫിനെ മരണത്തോട് ബന്ധപ്പെടുത്തുമ്പോഴാണ്. എന്നോ ഇനൈദി വസം, കാരണം അപ്പോൾ ആ നേരത്താണ് അത് വസിയത്താവുന്നത്. വഅമ്മൽ വഖഫുല്ലദീ ലൈസക്കൽ വസിയ, വസിയത്ത് പോലെയല്ലാത്ത വഖഫ്, അതായത് പറയുന്ന സമയം മുതൽ തന്നെ പ്രാബല്യത്തിൽ വരുന്ന വഖഫ്, മരണത്തിന് ശേഷം എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ വഖഫ് ഫല്ലദീ യത്തജിഹുസിയത്തു, അത് പറഞ്ഞാൽ സ്വഹിയാകും. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ വാപ്പാൻ്റെ ഖബറുമ്പുറത്ത് എല്ലാ വെള്ളിയാഴ്ച യാസീൻ ഓതുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യേണ്ടതില്ല? കാലവും കൊല്ലവും നിർണ്ണയിക്കേണ്ടതില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോഴാണ് ആ പറഞ്ഞത്. ഇതിലായത്ര അത്തബു അലൈഹി മഅദൂറുൻ ബിവജ്ഹിൻ, കാരണം അതുകൊണ്ട് ഒരു പ്രശ്നങ്ങളൊന്നും വരുന്നില്ലല്ലോ. ബിവജ്ഹിൻ, ഒരു നിലക്കും അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും വരുന്നില്ലല്ലോ. ജീവിതകാലത്തല്ലേ പറയണത്. എന്നാന്നിറ, കാരണം വഖഫിൻ്റെ മേൽനോട്ടക്കാരൻ ഇതാ ഖററ മൻ യഖ്റഉ കദാലിക, അപ്രകാരം ഓതുന്ന ഒരാൾ നിശ്ചയിച്ചാൽ ഇസ്തഹഖ മാ ശറഅത, ആ മേൽനോട്ടക്കാരൻ നിബന്ധന വെച്ച പ്രതിഫലത്തിന് അയാൾക്ക് അർഹതയുണ്ടാകും. മാദാമ യഖ്റഉ, ഓതുന്ന കാലത്തോളം. അപ്പം ഞാൻ അയാൾ മരിച്ചാലോ? അപ്പോൾ ഇതാ മാത്ത, ആ വ്യക്തി മരിച്ചാൽ ഖറ നാദിർ ഖൈറഹു, വഖഫിൻ്റെ മേൽനോട്ടക്കാരൻ മറ്റൊരാൾ നിശ്ചയിക്കും. വസിയത്തിൻ്റെ ഇടം അങ്ങനെ അല്ലല്ലോ. പാപ്പാൻ്റെ ഖബറും പുറത്ത് പോകുന്നവരുടെ മേൽ എല്ലാ വെള്ളിയാഴ്ച പോകുന്നവർക്ക് ഒരു യാസീൻ എന്ന് പറഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞ ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരൊക്കെ ഓതുക, എത്ര കാലം ഓതുക എന്നൊരു പിടുത്തല്ലല്ലോ. അപ്പോൾ ഒരു കൊല്ലം എന്നോ അല്ലെങ്കിൽ ഒരു വർഷത്തിനേക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞ് നിശ്ചയിക്കേണ്ടത് ആവശ്യമാണ്. വഖഫിൽ പ്രശ്നമല്ല, അതിന് മേൽനോട്ടക്കാരുണ്ട്. അപ്പോൾ ആ മേൽനോട്ടക്കാരെന്ത് ചെയ്യും? ആ ഓതുന്ന ആൾ മരിച്ചാൽ വേറെ ആൾ നിശ്ചയിച്ചോളും. അങ്ങനെ സുഖമുണ്ട്. അവ ചുരുക്കത്തിലേ ഈ വഖഫ് വസിയത്തായിട്ട് മാറുമ്പോൾ മരിച്ചതിന് ശേഷമാണ് വഖഫ് ചെയ്യുന്നതെങ്കിൽ, എൻ്റെ മരണശേഷം ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വസിയത്തിൻ്റെ ഹുക്കുമിലാണ്. വഹാക്കഥ അങ്ങനെ ഓരോരുത്തർ നിശ്ചയിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞുകൂടെ പറയാം. ഒരു വാക്കിഫ് പറഞ്ഞു, ഇത് ഞാൻ വഖഫ്തു ഹാദ അലാ ഫുലാനി, ഞാൻ ഇത് ഇന്ന വ്യക്തിക്ക് വഖഫ് ചെയ്തിരിക്കുന്നു. ലിഅമല കഥ, ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അതൊരു പ്രതിഫലമൊക്കെ കിട്ടണ വലിയ പണിയാണെങ്കിൽ, ഒരു ഫാത്തിഹ ഓതാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രതിഫലമൊന്നും ഇപ്പോൾ അതിനുണ്ടാവില്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ ഒരു രീതി, ഓരോ ജുസും ഖുർആൻ ഓതാൻ വേണ്ടി എന്നാണെങ്കിൽ ഒരു പ്രതിഫലമൊക്കെ ഉള്ളൊരു പണിയാണത്. അപ്പം മറ്റൊരു ഹുക്കുമുമാണ്. അതാണ് ഈ പറയുന്നത്. ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇഹ്തമല യകൂന ശർത്തൽ ലിസ്തിഖാഖി, ആ പൈസക്ക് അയാൾ അർഹനാകുന്നതിന് ആ പണി നിബന്ധനയാകും. അപ്പോൾ ആ പണി എടുത്താൽ മാത്രമേ പൈസ കിട്ടുള്ളൂ. അങ്ങനെ ആകാം. വായക്കൂന തൗസിയത്തൻ ലഹു, അത് അയാളോടുള്ള ഒരു തേട്ടം ആകാം. ലി അജലി വഖഫി, വഖഫ് ചെയ്യുന്ന കാരണത്തിന് വേണ്ടി, അയാൾ വഖഫ് ചെയ്ത് കാരണത്തിന് വേണ്ടി അയാളോടുള്ളൊരു അഭ്യർത്ഥനയും ആകാൻ പറ്റും. അത് അഭ്യർത്ഥന ആകുമ്പോൾ ഓതിയില്ലെങ്കിലും പൈസ കിട്ടും. ഷർത്താണെങ്കിലോ നിബന്ധനയാണെങ്കിലോ ഓതിയാൽ മാത്രമേ എന്നോട് പൈസ കിട്ടും. ഇത് രണ്ടിലും സാധ്യതയുണ്ട്. ഫൈൻ ഒലിവ മൊറാദു, പറഞ്ഞ ആളെ ഉദ്ദേശം അറിയപ്പെട്ടാൽ ഉത്തുബിയ, ആ ഉദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. വൈൻ ശുക്ക, അയാളുടെ ഉദ്ദേശത്തിന് സംശയമാണെങ്കിലോ ലം യംനഇൽ ഇസ്തിഹഖാഖ, ആ പൈസയുടെ അർഹതയെ അയാൾക്ക് തടയൂല. അയാൾ ഓതിയില്ലെങ്കിൽ അയാൾക്ക് കിട്ടും ചെയ്യും. ഇനി പറയുകയാണെ ഇതിൽ വിശദീകരണം. വൈന്നമായത്തജു, ഈ പറഞ്ഞത് ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി പറഞ്ഞത് ന്യായമാകുന്നത് ഫീമാല യഖ്സദു ഉർഫൻ, സാധാരണയിൽ പ്രധാനമല്ലാത്തൊരു കാര്യത്തിലാണ്. സ്വറഫുൽ കൊല്ലത്തി, വരുമാനം വിനിയോഗിക്കൽ ഫി മുഖാബിലിഹി, ആ പണിയുടെ പ്രതിഫലമായിട്ട് വരുമാനം വിനിയോഗിക്കൽ സാധാരണയിൽ ഉദ്ദേശിക്കപ്പെടാത്ത കാര്യത്തിലാണ്. അത് വലിയ പ്രയാസമൊന്നുമില്ലാത്ത സിമ്പിൾ പണിയിലാണ് എന്നർത്ഥം. ഫീമ ഒന്നിലാണ്. ലാ യുഖ്സദു, അത് പ്രധാനമാകുന്നില്ല.
ഉർഫൻ സാധാരണയിൽ വരുമാനം അതിൻ്റെ പ്രതിഫലമായി നൽകലേ. വൈല്ല അങ്ങനെയല്ലെങ്കിൽ ലി അഖ്റാവ് യതഅല്ലമ കഥ ഓതാൻ വേണ്ടി, ഇത്ര ഒരു ജുസ് ഓതാൻ വേണ്ടി, ഒരു ഖത്തം ഓതാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ന കിതാബ് പഠിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലോ ഫഹുവ ഷർത്തുൻ, അത് ഓതലും കിതാബ് പഠിക്കൽ ഷർത്ത് തന്നെയാണ്. ലിൽ ഇസ്തിഹ്ഖാഖി, അയാളുടെ വഖഫിൽ നിന്ന് അയാൾക്ക് വരുമാനം അവകാശം ഉണ്ടാകുന്നതിന്. ഫീ മസ്തദറ ഷെയ്ഖുന, ഷെയ്ഖുന ഇപ്രകാരം ഇതാണ് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കമാ ഹുവ ളാഹിറുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.